ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഇന്നലത്തെ 2 പൊറോട്ട ഇരുന്നുകൊണ്ട് എടുത്ത് കുത്തു പൊറോട്ട ഉണ്ടാക്കി. അപ്പോൾ അതിന് ഉള്ളി ഒന്ന് വാട്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മസാലപ്പൊടി ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് തോർത്തി എടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ച പൊറോട്ട ഇട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ചു. പിന്നെ കുറച്ച് ക്യാപ്സിക്കവും കുറച്ച് മല്ലിയിലയും കുറച്ച് ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയെടുത്തപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. പിന്നെ ചിക്കൻ്റെ 2 ലെഗ് പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രൈ ചെയ്യാനെടുത്തു. അപ്പോൾ അതിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് പിന്നെ 2 ചിക്കൻ ക്യൂബ്സ് ഇട്ട് മാഗിയുടേത്, പിന്നെ മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ പെരിഞ്ജീരകം, വെളുത്ത എള്ള് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറക്കല്ലേ കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ച് നാരങ്ങയും ഉള്ളിയും മുളകൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ച് തിന്നുമ്പോൾ നല്ല ടേസ്റ്റല്ലേ ഫ്രൈയിൽ. അപ്പോൾ കുറച്ച് നാരങ്ങ എടുത്ത് ഇങ്ങനെ പിഴിഞ്ഞു. അതിനുശേഷം അതിൽ നിന്നൊരു പീസ് ഇങ്ങനെ എടുക്കാൻ നോക്കി, പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു പീസ് ഞാൻ എടുത്തു. അപ്പോൾ ഇങ്ങനെ അതിൽ നിന്നൊരു പീസും ഒരു ഉള്ളിയും കൂടെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ. ഭയങ്കര ചൂടായിരുന്നു, അതുകൊണ്ട് അത്രേ കിട്ടിയുള്ളൂ. പിന്നെ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മത്തങ്ങ എരിശ്ശേരിയാണ്. അപ്പോൾ കുറച്ചേ വെച്ചുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് മത്തങ്ങയും ഇച്ചിരി പയറും ഉപ്പിട്ട് കുക്കറിൽ ഒരു 3-4 വിസിൽ കേൾപ്പിച്ചതിന് ശേഷം തേങ്ങയും പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഒന്ന് ചതച്ചതാണ്. എന്നിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് ശേഷം കടുക് വറുത്തൊഴിക്കണം. അപ്പോൾ കുറച്ച് തേങ്ങ, കടുക്, പിന്നെ ഉഴുന്നുപരിപ്പും കൂടെ ഇട്ട് കടുക് വറുത്ത് കേട്ടോ. അപ്പോൾ അത് സെറ്റ്. അപ്പോൾ നമുക്ക് ചോറ് കഴിച്ചാലോ. അപ്പോൾ കറിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, മത്തങ്ങ എരിശ്ശേരി, പിന്നെ ഫ്രൈ ചെയ്ത ഒരു ചിക്കൻ പീസ്, പിന്നെ ചിക്കൻ കറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ വന്നോളൂ. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.